ഹലോ ഗായ്സ്, അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മറ്റൊരു വ്ലോഗുമായി എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ട്രെയിൻ യാത്രയിലാണ് ഇപ്പോൾ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ഇത് കന്യാകുമാരിയിലേക്കുള്ള ഒരു ട്രിപ്പാണ്. ഈ യാത്ര കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഒരുപാട് നാൾക്ക് മുന്നേ ഇവർ പ്ലാൻ ചെയ്തതാണോ എന്ന്. ഒരിക്കലുമല്ല. യാത്ര പോകുന്നതിന് ഒരു 2-3 ദിവസം മുന്നെയാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ഒന്നും നോക്കാതെ മനസ്സ് മാറുന്നതിന് മുന്നേ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. ഭാഗ്യമെന്ന് പറയട്ടെ, ടിക്കറ്റ് ബുക്ക് ചെയ്ത പിറ്റേ ദിവസം തൊട്ട് മഴയായിരുന്നു. അപ്പോൾ സൂര്യാസ്തമനം, ഉദയം ഇതൊക്കെ കാണാൻ പറ്റുമെന്നൊരു ടെൻഷനിലായിരുന്നു. എന്നാലും ദൈവം സഹായിച്ച എല്ലാം ഭംഗിയായി നടന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ തീർന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അവസാന ഭാഗമാണ് കാണുന്നത്. ഇവളെന്താ മന്ദബുദ്ധിയാണോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇന്ത്യൻ റെയിൽവേക്ക് ഒരു അവസാനം ഉണ്ടെന്നും അതെനിക്ക് കാണാൻ പറ്റുമെന്നും. അങ്ങനെ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇൻഫിനിറ്റി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കും എന്നാണ്. അങ്ങനെ നേരെ നമ്മൾ പോകുന്നത് ഒരു നീണ്ട ക്യൂയിലേക്കാണ്. നീണ്ട ക്യൂ എന്ന് വെച്ചാൽ നീണ്ട ക്യൂ. ഈ ക്യൂ എന്തിനാന്ന് വെച്ചാൽ ഫെറി ബോട്ടിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ കയറിയിട്ടാണ് നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് എത്തേണ്ടത്. അവിടെ ആ ക്യൂവിൽ നിൽക്കവേ തന്നെ നമ്മൾ പുറത്തേയുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കപ്പലുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എത്തിപ്പെടേണ്ട ആ വിവേകാനന്ദ പാറ, അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കഷ്ടപ്പെട്ട് കന്യാകുമാരി യാത്ര തന്നെ പ്ലാൻ ചെയ്തത്. അപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് 4:30 വരെ ആ ഗേറ്റ് ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. അതിനുശേഷം വരുന്ന ആരായാലും, ഇപ്പോൾ അകത്ത് നിന്നവർ ജസ്റ്റ് വെള്ളം മേടിക്കാൻ പുറത്ത് പോയാൽ പോലും അവരെ പോലും ഇവരകത്ത് കയറ്റില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. അത് ഇതുവരെയും ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. പലരും ഹസ്ബൻഡൊക്കെ വെള്ളം വാങ്ങിക്കാൻ പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വൈഫ് കൂടെ പുറത്തിറങ്ങേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അതിസാഹസ്യമായ ക്യൂ ഒക്കെ നിന്ന് ബോട്ടിൽ യാത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വിവേകാനന്ദ പാറയിലേക്ക്. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ, സാന്റുവേട്ടൻ, അച്ഛൻ, അമ്മ. അങ്ങനെ നീണ്ട ക്യൂ നിന്ന് നമ്മൾ പെർ ഹെഡ് 100 rupees എന്ന രീതിയിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽ കയറി ഇവിടെ എത്തിയത്. അപ്പോൾ അത് ബോട്ട് ചാർജ് മാത്രമാണ്. ഇവിടെ കയറുന്നതിന് ചെറിയൊരു എമൗണ്ട് കൂടി കൊടുക്കേണ്ടി വരും. എന്തായാലും 50 രൂപയ്ക്ക് താഴെയുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. അതിനുശേഷം മാത്രമാണ് നമ്മൾക്ക് അകത്തേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ചെരുപ്പുകൾ എല്ലാവരും നിക്ഷേപിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഗായ്സ്. കന്യാകുമാരി തീരത്തിന് സമീപം സമുദ്രത്തിനുള്ളിൽ ഒരു പാറയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ പാറയുടെ പേരാണ് വിവേകാനന്ദ പാറ. അപ്പോൾ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. അപ്പോൾ ഈ റോക്ക് മെമ്മോറിയൽ കാണുന്നതിന് മുമ്പും ആസ്വദിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പോയത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടിയിട്ടും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ്. ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിക്കഴിഞ്ഞു. എത്തുന്നത് വരെയുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് വന്നതിന് ശേഷം കുറച്ചൊന്ന് കുറഞ്ഞു. കാരണം ചെറുതായിട്ട് ഞാനൊന്ന് പേടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ആ പമ്മയുള്ള നടത്തം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടൈം അത് നമ്മൾ കയറുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. ഞാൻ ചെന്ന് നിൽക്കുന്ന ആ ജോയിൻറ്റിൻ്റെ സ്ഥലത്താണ്. കാരണം എൻ്റെ ഒരു മനസ്സിൽ ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടെയൊക്കെ ബലം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പേടിയൊക്കെ അങ്ങ് മാറും. പിന്നെ ഇതൊക്കെ കൂളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യും. പക്ഷേ ഫസ്റ്റ് ടൈം കയറുമ്പോഴത്തേക്കും താഴോട്ട് നോക്കുമ്പോൾ കടലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് താഴോട്ട് വീണ് പോവോ അല്ലെങ്കിൽ പൊട്ടി പോവോ അങ്ങനെയൊക്കെ തോന്നും. തോന്നാത്തവരുണ്ടായിരിക്കും. എനിക്ക് തോന്നി. ആ ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സൂചി കുത്താനുള്ള സ്ഥലം പോലും ഇല്ല. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഭാഗ്യത്തിന് കുറച്ച് സ്പേസ് നമുക്ക് കിട്ടി. സാധാരണ സാഹസികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പുറകോട്ടേക്കുന്ന സാന്റുവേട്ടൻ ഇല്ലാത്ത ധൈര്യം കൂടെ എനിക്ക് തന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുകയാണ്. ശരിക്കും നേരെ നോക്കി നടക്കുന്നതിനേക്കാളും താഴോട്ട് ആ കടലിൽ കണ്ട് തന്നെ നടക്കുന്നതാണ് ഒരു പ്രത്യേക സുഖം. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നമ്മൾ നടന്ന് നീങ്ങി എത്തുന്നത് ഇത്രയും വലിയൊരു സ്റ്റാച്ചുവിൻ്റെ മുകളിലാണ്. അതിൻ്റെ അങ്ങേയറ്റം മുകളിലെത്തണം. അവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും അതിൻ്റെ തല പോലും കാണാൻ പറ്റില്ല. അത്രത്തോളം ഉയരമുണ്ട് അതിന്. നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വലിപ്പം എത്രയാണെന്ന്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ശില്പം അവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഇത്രയാണ് അതിൻ്റെ വലിപ്പം ഉള്ളത്. അത് നമുക്ക് ഒറ്റ ഒരു ഫ്രെയിമിൽ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതിൻ്റെ മണ്ടയിലൊക്കെ കയറിയെന്ന് ഞാനും എൻ്റെ അമ്മായിയൊക്കെ പല പോസിൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ ശരിക്കും പറഞ്ഞ ഒരു സിനിമാറ്റിക് ഫീലായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ ദൂരത്ത് കണ്ണുനട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലായിരുന്നു. ശരിക്കും ഭയങ്കര തണുപ്പും ഒരു ശാന്തതയും ഒരു പ്രകൃതി സൗന്ദര്യം അങ്ങനെ പലതും നമുക്ക് തോന്നും. ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതിനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും ആണെങ്കിലും ചിലരൊക്കെ ആത്മീയത, ശാന്തത, പ്രകൃതി സൗന്ദര്യം അതൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അങ്ങനെ പേടിയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ 4 പേര് ഒരു സ്ഥലത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. 4 പേരുടെ 8 കാലുകൾ. അതിനുശേഷം കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കുകയാണ്.
പിന്നെ എനിക്ക് വെറുതെ മിണ്ടാതിരിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ചോണ്ട് നടക്കുകയാണ്. അവിടെ കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഞാനിങ്ങനെ എന്തിനാണെന്നറിയില്ല വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ടാറ്റ കൊടുക്കുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു. ശരിക്കും നമുക്ക് ഒരുപാട് നടന്ന് സംസാരിച്ച് കാര്യം പറഞ്ഞൊക്കെ പോവാനും ആ ഒരു ടൈമൊക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് സൂര്യാസ്തമയം. നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ സാധിക്കും. സൂര്യാസ്തമയവും സൂര്യോദയം കാണാൻ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു കന്യാകുമാരി വിവേകാനന്ദ പാറ. അവിടെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഏത് സെൽഫി എടുത്തപ്പോഴും നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. കാണാൻ നല്ല മനോഹരമായ കാറ്റും അതുപോലെ ഒരു ശാന്ത അന്തരീക്ഷമായിരുന്നു. അത്രയും ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും ആ ഒരു ബഹളവും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. ഒരു ശാന്തത, ഒരു ആത്മീയത, ഇതൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ചു നേരം ആ ഒരു കാഴ്ചയിൽ മയങ്ങി നമ്മൾ അങ്ങനെ നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞ് കാല് കഴിച്ചപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ വന്നിരുന്നു. പുറകിൽ കാണുന്ന ആ ഒരു വലിയ വാതിൽ തുറന്ന് നമുക്ക് അകത്ത് പ്രവേശനമുണ്ട്. പക്ഷേ അവിടെ ക്യാമറ ഫോട്ടോസ് ഒന്നും എടുക്കാനുള്ള അനുവാദമില്ല. അവിടെ കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. 1892 സ്വാമി വിവേകാനന്ദൻ ഈ പാറയിൽ ധ്യാനം ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി 1970 ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടത്. അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ലേഖനങ്ങളും തുടങ്ങിയ ചിത്രങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ പുറമേയുള്ള കാഴ്ചകൾ കാണാൻ പോവുകയാണ്. എൻ്റെ നെയിൽ ആർട്ടാണത്. ആ നെയിൽ ആർട്ടിലൂടെ വേണം നിങ്ങൾ ആ സ്റ്റാച്ചുവും ആ ഒരു സൂര്യാസ്തമനവും കാണാൻ. ഇനി നിങ്ങൾ ധൈര്യമായി കണ്ടോളൂ, കൺകുളിർക്കി കണ്ടോളൂ ആ സൺസെറ്റ് അല്ലെങ്കിൽ ആ സൂര്യാസ്തമനം. ഈ ഇടയ്ക്കാണ് ഇനി നെയിൽ ആർട്ടിൽ കുറച്ച് കഴിവൊക്കെ ഉണ്ടെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അതിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അഭി ബ്യൂട്ടി ആർട്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം പോലെ എൻ്റെ ഈ ഒരു ചാനലിലെ പ്രൊമോഷനും കൂടി. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കടലിനും ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ കടലിന് സ്വന്തമായിട്ട് ഒരു പേരില്ല. അവർ മുരട്ടകളാണ്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, അങ്ങനെ 3 കടൽ ചേർന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കടൽ. അങ്ങനെ ത്രിവേണി സംഗമം എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഒരു കടലിന്റെ നടുക്ക് നമുക്ക് ആ സൂര്യാസ്തമനവും കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. കടലിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന സൂര്യനെയാണ് നിങ്ങൾ ആ കാണുന്നത്. അതങ്ങ് താന്നു പോകുന്നത് വരെയും നമ്മൾ വിവേകാനന്ദ പാറയിൽ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവും എന്നൊട്ടും പ്രതീക്ഷിച്ചതല്ല. അതിനു മുന്നേ നമ്മൾ പറഞ്ഞു വിടുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിസിലൊക്കെ അടിച്ച് സെക്യൂരിറ്റിയൊക്കെ വന്ന് നമ്മളെ പറഞ്ഞു വിടുന്നത്, നമ്മളെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ഒരു ഇടനാഴിയിലൂടെ വേഗത്തിൽ നമ്മൾ നടന്നു നീങ്ങുന്നത് മറ്റെവിടേക്കുമല്ല, നമ്മുടെ ബോട്ടിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാഗ്യത്തിന് അവസാനത്തെ ബോട്ടിന് തൊട്ട് മുന്നേയുള്ള ബോട്ടിൽ കയറാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. കാരണം നമ്മൾ എത്തിത്തീർന്ന സമയത്ത് ബോട്ടിലെ ആൾക്കാരെല്ലാം നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ തിരിച്ചെത്തുന്നത് സന്ധ്യയൊക്കെ കഴിഞ്ഞ ഒരു രാത്രിയൊക്കെ ആവുന്ന ഒരു ടൈമിലാണ്. ഒരു 7 മണി സമയമൊക്കെ ആയി. ഏകദേശം കന്യാകുമാരി ഫുള്ള് നല്ല ആൾത്തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വഴിയോര കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങി. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇനിയുള്ള യാത്ര. എപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ വന്നാലും ഈ ഒരു തിരക്കുകൾ അതുപോലെ തന്നെയുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ അവിടെയുള്ള ആൾക്കാരും ഈ ഒരു കന്യാകുമാരി വിവേകാനന്ദ പാറ അല്ലെങ്കിൽ ത്രിവേണി സംഗമം തുടങ്ങിയിട്ടുള്ള ഈ ഒരു ബീച്ചിലേക്ക് തന്നെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അവിടെ രാത്രി കാലങ്ങളൊക്കെ അവർ ആസ്വദിക്കുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ വഴിയോര കച്ചവടങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഈ ഒരു ബീച്ച് സ്ഥലത്തൊക്കെ വന്നാൽ വലിയ ഹൈജീനിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പൈനാപ്പിൾ മുളകിട്ടതാണ്. അതൊന്നും കഴിക്കാതെ എന്ത് ബീച്ച് ആസ്വാദനം. അതിനുശേഷം നമ്മൾ ത്രിവേണി സംഗമത്തിൽ കുട്ടികൾ കളിക്കുന്നതാണ് ആ കാണുന്നത്. അവർക്ക് അത്രയും പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ആ ഭാഗത്തുണ്ട്. അത് ഇറങ്ങി ചെല്ലുന്നപ്പോഴാണ് ഞാനും അറിയുന്നത് ആ ഭാഗത്ത് മണൽത്തരികളൊന്നും ഇല്ല, സിമൻ്റ് ഒക്കെ പൂശിയിട്ടുള്ള നല്ല തറയാണ്. അത് അങ്ങനെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. പിന്നെ വഴിയോര കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശാലമായ സ്ഥലമാണ് അവർ നൽകിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പോകുന്നത് ചെറിയൊരു പാർക്ക് ഏരിയയിലാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും രാത്രികാലങ്ങളിൽ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ വരുന്ന ഒരു ചെറിയൊരു പാർക്കാണ്. 9 മണി വരെ മാത്രമേ ഇവിടെ അനുവദനീയമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വെള്ളം, അതുപോലെ ലൈറ്റിങ്ങും കാര്യങ്ങൾ, പൂ, അതായത് താമരപ്പൂ, അങ്ങനെ വളരെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് ഈ ഒരു സ്ഥലത്ത് അവർ ഒരുക്കിയിരിക്കുന്നത്. ആ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പിന്നെ കുട്ടികളെല്ലാവരും ഉണ്ട് അവിടെ, കളിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങൾ വർത്തമാനങ്ങൾ പറയുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ പോസ് ചെയ്യുന്നു, അച്ഛൻ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നു. ആ ഒരു കാഴ്ച കൂടി നമ്മൾ ഒപ്പിയെടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കന്യാകുമാരി വിശേഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.